എന്താണ് സ്വാതന്ത്ര്യം? ഈ കാണുന്നത് ഒരു സ്വാതന്ത്ര്യമാണ്, പ്രകൃതിയുടെ സ്വാതന്ത്ര്യം. നമ്മളോടൊന്നും ചോദിക്കാതെ തന്നെ പല കളറുകളിൽ പൂക്കളും അതുപോലെ തന്നെ നല്ല പച്ചപ്പ് വിടർന്ന ഇലകളും അതിൻ്റെ മേലിൽ കുറച്ച് വെള്ളത്തുള്ളികളൊക്കെ ആയിട്ട് നമുക്ക് കണ്ണിന് കുളിർമ തരുന്ന പ്രകൃതിയുടെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നു. ഇനി ജോലി ചെയ്യാതെ തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരാളാണ് ഇരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. ഇവർ രാവിലെ തന്നെ ഇവിടെ വന്നിരുന്ന് പോകുന്ന വണ്ടികളെയൊക്കെ നോക്കി വെറുതെ കുരയ്ക്കും, ഒരു കാര്യമില്ല. ഇനി വിശക്കുവാണെങ്കിൽ ഫുഡ് കിട്ടുവാണെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. അവനൊരു അനാഥനാണ്, പക്ഷെ ദ്രോഹിയൊന്നുമല്ല കേട്ടോ. നമ്മൾ രാവിലെ ജോലി ചെയ്യാൻ പോവാണ്. ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കുന്നതിൻ്റെ ഏക ഒരു ഉത്തരം ഈ ജോലി ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇതുപോലെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക, ഇതിനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ജോലി വേണം കേട്ടോ. ചെറുതാണെങ്കിലും സ്വന്തമായിട്ട് ജോലി ചെയ്ത് നമ്മൾ എല്ലാ 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 കാര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കുക കേട്ടോ. അങ്ങനെ നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ പോകണം കേട്ടോ. അതൊന്നുമല്ല, ഒരു ദിവസം ലീവ് കിട്ടിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഭയങ്കര തിരക്കിട്ട് ഓടുക കേട്ടോ. അതാണെങ്കിൽ ബ്ലോക്ക്. അങ്ങനെ ബ്ലോക്കിൽ നിന്നൊക്കെ നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. അങ്ങനെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇതുപോലെ പല ചെളി കുഴികളും കാണും. അതിലൊന്നും വീഴാതെ നമ്മൾ സ്വന്തമായിട്ട് നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റഡി ലൈഫിൽ നിന്നൊക്കെ ഒരു കുറച്ച് മോചനം 2 ദിവസം. അതിനുവേണ്ടിയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ബാഗും തൂക്കി വന്ന് നിൽക്കുന്ന കേട്ടോ. എല്ലാവർക്കും പോകാനുള്ള ബസ്സുകൾ വന്നിട്ടില്ല, പക്ഷേ വന്ദേ ഭാരത് പോകുന്നുണ്ട്. അതിൽ നിറയെ ആളുകൾ അവരവരുടെ ലക്ഷ്യസ്ഥാനം നോക്കി പോകുന്നു. പിന്നെ ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ഫ്രീഡം ആസ്വദിച്ച് ഉറങ്ങുന്നവരുമുണ്ട്. അങ്ങനെ ഒരാളാണ് ഈ കാണുന്ന കേട്ടോ. ഒന്നും അറിയുന്നില്ല, ആഹാ. അങ്ങനെ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഓടിപ്പോയി സമാധാനമായിട്ട് ഒരു സീറ്റ് പിടിക്കണം, എന്നിട്ടിരുന്ന് ഉറങ്ങണം. ഒരു 5-6 മണിക്കൂറുണ്ടേ യാത്ര. നമ്മളങ്ങനെ അടിപൊളി ഒരു സീറ്റ് പിടിച്ച്, വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ആനവണ്ടി, വിൻഡോ സീറ്റ്, സോങ്, മഴ, എന്നാ വേണം ഇതിൽ കൂടുതൽ. അങ്ങനെ വണ്ടി നീങ്ങി തുടങ്ങി. നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് പയ്യ പോകുന്ന കേട്ടോ. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവറുകൾ നയിക്കുന്ന ഒരു യാത്രയാണ് കേട്ടോ. അതായത് ഒരു റാലി, ലഹരി വിമുക്ത റാലിയാണ് കേട്ടോ. എനിക്ക് പാർട്ടിയൊന്നുമില്ല, എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതുപോലെ ഒരു ജാഥയൊക്കെ നടത്തിയത് കൊണ്ട് നമ്മുടെ ഒരു ലഹരിയുടെ പിടുത്തം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഇല്ലാതാവോ? എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ചോദിച്ചതാണേ. ബസ്സിൽ നല്ല തിരക്കായിരുന്നു. ഒരു കുഞ്ഞാവയാണെങ്കിൽ ഇവിടുന്ന് ഫ്രീഡം കിട്ടാൻ വേണ്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ 79ാമത് സ്വാതന്ത്ര്യദിനം രാത്രിയിലായിരുന്നു കേട്ടോ. കേട്ടിട്ടില്ലേ, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഫ്രീഡം ആസ്വദിക്കുക, ഇല്ലാത്തടത്തൊന്നും ഇറങ്ങി പോവുക, അത്ര തന്നെ. ബൈ.